മനസ്സിൽ ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും മുലകൂട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോൺ മാറ്റിവെക്കണം. അതായത് ഒരു 2 മീറ്ററെങ്കിലും, 1 മീറ്റർ ഇതന്നെ ഉണ്ടാകും. അപ്പോൾ ഒരു 2 മീറ്റർ അകലെ എങ്ങാനും ഫോണ് വൈബ്രേഷൻ ഒഴിവാക്കിയിട്ട് വെച്ചിട്ട് മുലയൂട്ടണം. അങ്ങനെ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അടുത്ത സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എന്താണ്? ഇപ്പോൾ സാധാരണ 1 മണിക്കൂറൊക്കെ മുലയൂട്ടാറുള്ളത് 10 മിനിറ്റ് കൊണ്ട് കുഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങുന്നു, മണിക്കൂറുകളോളം ഉറങ്ങുന്നു. വളരെ സന്തോഷമാണ്. ഞാൻ ചോദിക്കുന്നു, പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എവിടെ തുടങ്ങണം? ഈ മുലയൂട്ടുന്ന ആ സമയം തന്നെ കുഞ്ഞിന്റെ വിഷയത്തിൽ കുഞ്ഞുറങ്ങാത്തപ്പോ ഉമ്മാക്ക് ദേഷ്യം, കുഞ്ഞിനോട് എന്തൊക്കെയോ കലി കയറുന്നു. എന്നെ കഷ്ടപ്പെടുത്താനുണ്ടായതാണോ ഇവൻ ഇപ്പൊ തന്നെ, ഇവൾ ഇപ്പൊ തന്നെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനത് ഇഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ മൈൻഡ് അവിടെ കൃത്യമായി ആ കുഞ്ഞിനെ സ്വാധീനിക്കും. ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം 2 രക്ഷിതാക്കൾ അഥവാ മാതാവും പിതാവും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇവർ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു. ഈ പിതാവ് എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ, വൈകുന്നേരമാണ് അവരെൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ എൻ്റെ മകനെക്കുറിച്ച് പറയുകയാണ്, എത്ര അപകടങ്ങളാണ് പത്രത്തിലും ഈ മൊബൈലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപകടം പറ്റി എത്രയെത്ര മക്കളാ മരിച്ചു പോകുന്നത്, എൻ്റെ മോനെന്താ ഇങ്ങനെ മരിച്ചു പോകാത്തത് എന്നാണ് ഈ ഉമ്മയുടെ വാക്ക്. +1 പഠിക്കുന്ന മകനെ ഉദ്ദേശിച്ചാണ് ഈ മാതാവ് ഇത് പറഞ്ഞത്. ഞാനിത് പറയുമ്പോൾ പലപ്പോഴും ഞാൻ സദസ്സിലെ പലരുടെയും മുഖം വായിക്കാറുണ്ട്. ഭയങ്കര ഉമ്മയാണെന്ന് എല്ലാവരും പറയും. എന്നാൽ ഈ മുലയൂട്ടുന്ന സമയത്ത് ഉറങ്ങാത്തതിൻ്റെ പേരിൽ ഇവനെ കൊണ്ട് എന്ന് പറയുന്ന ആ ഉമ്മയുടെ ആ സമയത്തെ മൈൻഡ് ഇതേ വാക്കിന് തുല്യമാണ് എനർജി ലെവലിൽ പരിശോധിച്ചാൽ. അതായത് ഈ ശാപവാക്ക് പറയുന്ന സമയത്ത് ഈ കുട്ടിയിൽ ഇഫക്റ്റ് ചെയ്യാനുള്ള എനർജി എന്താണോ അതേ ഊർജം തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ പേരിൽ കഷ്ടപ്പാട് കൊണ്ട് വിഷമം കടിച്ചിറക്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നെടുവേർപ്പിടുന്ന ആ നെടുവേർപ്പുള്ള ശ്വാസത്തിന് പോലും ഈ ശേഷിയുണ്ട്. അപ്പൊ എന്തു വേണം? പാരന്റിങ്ങിൽ ഈ കുഞ്ഞുനാളിലെ കുഞ്ഞിനോടുള്ള സമീപനം സ്നേഹമുള്ളതാകണം. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും വഴങ്ങണം എന്നർത്ഥം വെക്കരുത്. എല്ലാറ്റിനും വഴങ്ങുക എന്നതിനർത്ഥം വെക്കരുത്. ഉദാഹരണത്തിന്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത, ആരോഗ്യത്തിന് എതിരല്ലാത്ത പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ തെറ്റല്ല, സ്നേഹമാണ്, അത് ഉചിതമാണ്, ചെയ്യേണ്ടതാണ്. പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ലാത്തപ്പോഴും അത് ആരോഗ്യത്തിന് ഹാനികരമാകുമ്പോഴും ഈ മക്കൾക്ക് അവർ പറയുന്നത് അങ്ങനെ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നൊരു പ്രവണതയുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തേണ്ടതാണ്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഏറ്റവും എളുപ്പമുള്ളൊരു വാക്ക് പറയാം. എന്താ? നമ്മൾ ഫോൺ ഉപയോഗം എല്ലാ മക്കളെയും പ്രതികൂലമായി നമ്മുടെ സഹോദരിമാരുടെ ഇടയിലേക്ക് പേപ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പരാമർശിക്കണമെന്ന് തോന്നുന്ന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എഴുതിയിട്ട് മനസ്സിലാകും വിധം എഴുതി ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പെട്ടെന്ന് തന്നെ ആയാൽ നമ്മുടെ പ്രഭാഷണം തീരുന്നതിനിടയിലുള്ള ഈ സമയത്ത് ഞാൻ ആ വിഷയം പരാമർശിക്കാൻ ശ്രമിക്കും എന്ന് ഉണർത്തുകയാണ്. അപ്പോ എന്തു വേണം? ഞാൻ വേഗം പറയാം. മൊബൈൽ ഉപയോഗം മക്കളിൽ വ്യാപകമാണെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് തോറ്റു എന്ന് പറയാം. എന്നാൽ എന്താ വസ്തുത? മൊബൈൽ ഉപയോഗം എങ്ങനെയാണ് കുട്ടികളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത്? എന്താണ് പരിഹാരമായി ചെയ്യേണ്ടത്? നിങ്ങൾ ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. മൊബൈൽ കുട്ടിക്ക് ഉപകാരപ്രദമാകാത്ത സമയം, ഉപദ്രവകരമാകുന്ന സമയം കുട്ടിക്ക് ഫോണ് കൊടുക്കാതിരിക്കുക. അപ്പൊ കുട്ടി കരയില്ലേ? കരഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾ കരയരുത്. അപ്പൊ കുട്ടി ദേഷ്യപ്പെടട്ടെ, നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കൂ.
കുട്ടി ബഹളം വെക്കും. കുട്ടി ബഹളം വെക്കട്ടെ, നിങ്ങൾ ബഹളം വെക്കാതിരുന്നാൽ മതി. കുട്ടി നിലത്ത് വീണ് ഉരുളും, നിങ്ങൾ നിലത്ത് വീണ് ഉരുളാതിരുന്നാൽ മതി. അതല്ല, കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ കുട്ടി പറയുന്നതിനനുസരിച്ച് വഴങ്ങരുത്, പക്ഷെ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ടാൽ ആ വുളു മുറിഞ്ഞു. പകരം ദേഷ്യപ്പെടാതെ കൃത്യമായി നിങ്ങൾ ആ നിലപാടിൽ നിന്നാൽ പ്രശ്നമുണ്ടാവുകയില്ല. ഇനി അത് മനസ്സിലാകാൻ ഒന്നുകൂടി പറയാം. ഈ മാസം, ഇതിപ്പോൾ നമ്മൾ ഒക്ടോബറിലേക്ക് കടക്കാൻ പോവുകയാണ്. നവംബർ ഡിസംബർ ഒക്കെ തുടങ്ങുമ്പോൾ, വർഷാവസാനമാകുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കാറുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ നമ്മുടെ മക്കളൊക്കെ കേക്ക് വാങ്ങി മുറിച്ച് മറ്റോന്റെ മുഖത്തും മറ്റോന്റെ അങ്ങനെ അഭിഷേകം ചെയ്യുന്ന ചില സഭ്യേതരമായ ചടങ്ങുകൾ നടക്കാറുണ്ട് പല ക്യാമ്പസുകളിലും. ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ അതിന് ഭീമമായ തുക ചെലവാകുന്നുണ്ട് ക്ലാസ് മുറികളിൽ. ഈ ക്യാഷ് എവിടെ നിന്ന് ചെല്ലുന്നു? നാം രക്ഷിതാക്കളുടെ നിലപാടില്ലായ്മയിൽ നിന്ന് പോകുന്നതാണ് ഈ ക്യാഷ്. ന്യൂ ഇയർ ആഘോഷിക്കാനും അതുപോലെ വർഷാവസാനം ചില വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ ടൂർ പോകാറുണ്ട്. 15 വയസ്സായ നമ്മുടെ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബസ്സിൽ 3, 4, 5 ദിവസം ഒന്നിച്ച് യാത്ര ചെയ്യുകയും എന്നിട്ട് അസാംഗത്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ ഈ മക്കളുടെ വിഷയത്തിൽ അനാവശ്യങ്ങളൊന്നും ഉണ്ടാവുകയില്ലെന്ന് തീർത്തു പറയാൻ ശേഷിയുള്ള ഒരു അധ്യാപകനല്ലെങ്കിൽ അവരത്തരം സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് മനുഷ്യത്വരഹിതമാണ്. എന്നാൽ ഇവിടെ രക്ഷിതാക്കൾ കുടുങ്ങുന്നത് എവിടെയാ? 1000 രൂപയോ 2000 രൂപയോ 3000 രൂപയോ കൊടുക്കാൻ രക്ഷിതാവിൻ്റെ കയ്യിൽ പലപ്പോഴും ക്യാഷ് ഇല്ല. ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ രക്ഷിതാവിൻ്റെ മനസ്സിൽ ഭയമുണ്ട്. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ആദ്യമായി ലഹരിയുടെ എൻട്രൻസ് ആയി വരുന്ന ദിവസമായി ഈ ദിവസം മാറുമോ? എൻ്റെ മകൾ ആദ്യമായി ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന ദിവസമായി ഈ ദിവസം മാറുമോ? എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായ ലഹരിയും അസംസ്കൃതം ഈ അനാവശ്യങ്ങളും വൈകൃതങ്ങളും കടന്നു വരാൻ കാരണമാകാൻ ഈ ദിവസം അതിനൊരു വലിയ നിമിത്തമാകുമോ എന്നതിൽ ആശങ്കയുള്ള ഒരു രക്ഷിതാവ് ഭയപ്പെടുന്നത് എന്താണെന്നറിയോ? ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ കുളിമുറിയിൽ കയറിയിട്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുമോ എന്ന ഭയമാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞിനോട് എല്ലാ ദിവസവും കൃത്യമായി സ്നേഹത്തോടെയും പരിഗണനയോടെയും ഒന്നിച്ചിരിക്കുകയും സംസാരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നൊരു പ്രവണത സ്ഥിരമായി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് ഇത്തരം അപകടകരമായ ഒരു ദിവസമോ സന്ദർഭമോ ആചാരങ്ങളോ വരുമ്പോൾ അതിന് ഉമ്മ കൂട്ടുനിൽക്കുകയില്ല എന്ന് മാത്രം പറയുക. ദേഷ്യപ്പെടേണ്ടതില്ല. ദേഷ്യപ്പെടാതെ അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ മക്കൾ തൂങ്ങുകയുമില്ല, ആടുകയുമില്ല. മക്കൾ നിന്ന നിൽപ്പിൽ വളരെ കൃത്യമായി നിൽക്കും. അവിടെ എന്തു വേണമെന്നറിയോ? ഒരു കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഈ ഉമ്മയാണെന്ന് പറയാൻ, ഈ ബാപ്പയാണെന്ന് പറയാൻ ആ കുട്ടിക്ക് കഴിയും വിധം ആ കുട്ടിയുമായി നമുക്ക് ബന്ധം വേണം. ഈ ബന്ധമുണ്ടാകാൻ നിങ്ങൾ കഷ്ടപ്പെടാതിരുന്നാൽ മതി, ഇഷ്ടപ്പെട്ടാൽ മതി. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങളെ കുഞ്ഞിനോട് ഒരിക്കലും നിങ്ങൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കരുത്. കുഞ്ഞിനെ അസഭ്യം പറയരുത്. കുഞ്ഞിനോട് ചെറിയതും വലിയതുമായ കാര്യങ്ങൾക്ക് ഇടിപൊട്ടിച്ച് സംസാരിക്കരുത്, ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത്. കുഞ്ഞിനോട് മാന്യമായി സംസാരിക്കണം, കുഞ്ഞിനെ അപമാനിക്കരുത്. നമ്മുടെ ദേഷ്യം തീരാൻ കുഞ്ഞിനെ തല്ലരുത്.
അവർ തിരിച്ചു തല്ലിയാൽ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. ദേഷ്യം തീരാൻ ചെയ്യേണ്ട പണിയല്ല തല്ല് എന്ന് പറയുന്നത്. ഒരു രക്ഷിതാവിന് കുട്ടിയോട് സ്വീകരിക്കേണ്ട സമീപനം കൃത്യമായ സ്നേഹമാണ്, ബഹുമാനപൂർവമുള്ള പെരുമാറ്റമാണ്. അസഭ്യം പറയരുത് മക്കളെ, ചീത്ത വിളിക്കരുത് മക്കളെ. മക്കളോട് നിങ്ങൾ നല്ല രീതിയിൽ മാന്യമായി സംസാരിച്ച് പെരുമാറി ശീലിച്ചാൽ തെറ്റായ വിഷയങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇത് തെറ്റാണ്, ബാപ്പ ഇതിൻ്റെ കൂടെ ഇല്ല, ഇത് തെറ്റാണ്, ഉമ്മ കൂടെ ഇല്ല എന്ന് പറയാൻ മനസ്സ് കാണിക്കണം. അങ്ങനെ മനസ്സ് കാണിക്കുമ്പോൾ ചിലർക്കൊക്കെ ആശങ്ക ഉണ്ടാകാം. എന്താ, കുഞ്ഞ് ദേഷ്യപ്പെടും, കുഞ്ഞങ്ങനെ ചെയ്യും. തിരിച്ച് നിങ്ങൾ ദേഷ്യപ്പെടാതിരുന്നാൽ ഒരു അപര്യാപ്തതയും സംഭവിക്കുകയില്ല. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കുഞ്ഞിനോട് മുൻകാലാടിസ്ഥാനത്തിലുള്ള പെരുമാറ്റ രീതി എന്തായിരിക്കണം? പരസ്പരം തുറന്ന് സംസാരിക്കുന്ന, പരസ്പരം അസഭ്യം പറയുന്നതിന് പകരം പരസ്പരം സഭ്യേതരമായി മാത്രം പെരുമാറുന്ന, സമീപിക്കുന്ന സമീപന രീതി ഉണ്ടാകണം. മൊബൈലിൻ്റെ ആളെ കിട്ടിയല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കുമെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എവിടെയാണ് തൂങ്ങുന്നത്? എവിടെയാണ് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത്? കുട്ടി ടൂറിന് ക്യാഷ് ചോദിച്ചു, ഉമ്മ പറഞ്ഞു ഇപ്പൊ ക്യാഷൊന്നും തരൂല. കുട്ടി വീണ്ടും ഷാഢ്യത്തോടെ ചോദിച്ചു, ഉമ്മ പൊട്ടിത്തെറിച്ചു പറഞ്ഞു എന്ത് സംഭവിച്ചാലും നിനക്ക് ഞാൻ ക്യാഷ് തരൂല. ഈ പറച്ചിൽ കൊണ്ട് കുട്ടി അനുഭവിക്കുന്നത് എന്നെ കേൾക്കാൻ ഒരാളില്ല എന്നാണ്. പകരം കുട്ടി ടൂറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഉമ്മ ചോദിക്കുന്നത്, മോളെ അല്ലെങ്കിൽ മോനെ എന്തിനാണ് ക്യാഷ്? ടൂറിന് പോകണം. എത്ര ദിവസമാണ് ടൂറിന് പോകുന്നത്? ആരൊക്കെയാണ് ടൂറിനുണ്ടാവുക? എവിടെയൊക്കെയാണ് പോവുക? ഒരു സ്കൂൾ ടൂർ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ ജീവിതത്തിൽ അനാവശ്യങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പ് തരാൻ ഇവിടെ ഏതെങ്കിലും ഒരു അധ്യാപകന് കഴിയുമോ? എൻ്റെ മോൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട മോളെ ജീവിതത്തിൽ മോൾക്ക് ബാപ്പയാകാൻ, ഉമ്മയാകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു അധ്യാപകൻ രാജിവെച്ചാൽ അടുത്ത അധ്യാപകനെ കിട്ടും. ഒരു അധ്യാപിക രാജിവെച്ചാൽ മറ്റൊരു അധ്യാപികയെ കിട്ടും. ഇത് രാജിവെക്കാൻ കഴിയാത്ത പോസ്റ്റാ. അതുകൊണ്ട് ഈ പോസ്റ്റിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കണം. മോളെ, നിനക്ക് അപകടം പറ്റുന്നതിന് ഞാൻ ഒരിക്കലും തുനിയില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയുന്നു. കുറച്ചു ദിവസം മുമ്പ് ഒരു കൂട്ടുകാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സഹോദരി ഡിഗ്രി ഫൈനൽ ഇയർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂട്ടുകാരെല്ലാം ഒന്നിച്ച് കേരളത്തിൽ നിന്ന് ടൂർ പോവുകയാണ്. 12 ദിവസത്തെ ടൂർ. രാജസ്ഥാനും ഉത്തർപ്രദേശും ഹരിയാനയും ജമ്മു ആൻഡ് കാശ്മീരും ഉൾപ്പെടുന്ന 9-12 ദിവസത്തോളം വരുന്ന ടൂർ പോവുകയാണ്. 20ഉം 20ന്റെ മേലെയും വയസ്സുള്ള തൻ്റെ കൂട്ടുകാർ, യുവാക്കളും യുവതികളും ഒന്നിച്ച് ടൂർ പോവുകയാണ്. ഇത്രയും ദിവസം ഒന്നിച്ച് ടൂർ പോകുന്ന സമയത്ത് അവർക്ക് സാങ്ഷൻ നൽകേണ്ടത്, സമ്മതം നൽകേണ്ടത് ഈ മാതാവാണ്, പിതാവാണ്. ക്യാഷ് നൽകേണ്ടത് മാതാവാണ്, പിതാവാണ്. ഇതിന് വല്ല പരിഹാരവും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇച്ചിരി ആ മാതാവിനും പിതാവിനും, ഞാനിത് പറയുമ്പോൾ പൊതുമധ്യത്തിലൊക്കെ പറയുമ്പോൾ ഒരുപാട് ബഹളമുണ്ടാകാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. ഞാൻ അതിൻ്റെ പരിഹാരവും കൂടി സന്മനസ്സുള്ളവർക്ക് പറയുന്നുണ്ട്. അല്ലാത്തവർക്ക് ബഹളം വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. എന്താണ്, ഒരു മനുഷ്യന് പ്രത്യേകിച്ച് 20-22 ഈ വയസ്സാകുന്ന സമയം അവരുടെ ജൈവികമായ, ബയോളജിക്കലായ ഒരുപാട് സവിശേഷതകളുള്ള സമയമാണത്. അഥവാ തൻ്റെ ശരീരത്തിലെ മജ്ജയും മാംസവും രക്തവും എല്ലാം അതിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള ഒരു സമയത്തെത്തി നിൽക്കുന്ന സമയമാണത്. ഈ സമയത്ത് സ്ത്രീയിലുണ്ടാകുന്ന സ്ത്രൈണതയുടെ പേരിലുള്ള വൈകാരികമായ, ലൈംഗികമായ മാനസികാവസ്ഥയും ജൈവികാവസ്ഥയും, പുരുഷനിലുള്ള ആ സമയത്ത് ഈ വിഷയത്തിലെ ജൈവികാവസ്ഥ, മാനസികാവസ്ഥ, അത് പരസ്പരം ആകർഷിക്കാനും പരസ്പരം അവരുടേതായ അത്തരം ആവശ്യ നിർവഹണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ത്വരയുള്ള സമയമാണ്. ഒരു പുരുഷനിൽ സ്പേം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമയമായാൽ ആ സമയത്തുണ്ടാകുന്ന മാനസിക താല്പര്യത്തെ തടയാൻ
ഒരിക്കലും ഇവിടെ ഒരാൾക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല, സ്ത്രീക്കും തദൈവ. എങ്കിൽ ഇത്തരം ഒരു സമയത്ത്, ഈ അസാംഗത്തിന് സാധ്യതയുള്ള സമയത്ത്, ഇവരെ ഈ അനാവശ്യങ്ങൾക്കെല്ലാമുള്ള സാധ്യതകൾ തുറന്നു വെച്ചിട്ട് എനിക്കങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറയുന്നത് ലോജിക് അല്ല. ഇവിടെയാണ് ബഹളക്കാരുടെ ഒരു വാദഗതി. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒന്നിച്ചല്ലേ ജോലി ചെയ്യുന്നത്, ഞങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഒന്നിച്ചല്ലേ പഠിക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല എന്ന്. ഇവിടെ എൻ്റെ ചോദ്യം, ഞാൻ പറയുന്നു, എനിക്ക് ഇപ്പോൾ വിശക്കുന്നില്ല. ഞാൻ പ്രിയപ്പെട്ട മാറൂഫിന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്തിയിട്ട് ഏകദേശം 1.5-2 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ ഭക്ഷണം ദഹിക്കാൻ ഏകദേശം 4 മണിക്കൂറിന്റെ മേലെ എടുക്കുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഇത്തരമൊരു സമയത്ത് എനിക്ക് ഇപ്പൊ വിശക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് വിശപ്പൊന്നുമില്ല, നിങ്ങൾ അംഗീകരിക്കൂ. വിശപ്പ് എന്നത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതുപോലെ ഈ ലൈംഗികമായ ആവശ്യകതയോ അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു മാനസികമായ ആ താല്പര്യമോ എല്ലായ്പ്പോഴും എല്ലാവരോടും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിശപ്പുള്ള മനുഷ്യൻ എല്ലാ ഭക്ഷണത്തോടും എല്ലായ്പ്പോഴും താല്പര്യം ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ സുബഹി നിസ്കരിച്ചിരിക്കുമ്പോൾ ഭാര്യ ചോദിക്കുന്നു, ബിരിയാണി വേണോ, ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു ഇഷ്ടമല്ല. അതിന്റെ അർത്ഥം ഉച്ചക്കൊരു കല്യാണത്തിന് പോയിട്ട് ആ സമയത്ത് ബിരിയാണി ഇഷ്ടമല്ല എന്നാണോ? അല്ല, ആ സമയത്ത് അത് ഇഷ്ടമാണ്. അതേ സമയത്ത് സുബഹിയുടെ സമയത്ത് ബിരിയാണി കണ്ട ഒരു വെറുപ്പ, സ്വാഭാവികമാണത്. ഇതുപോലെയാണ് ലൈംഗികതയും. എല്ലാവരോടും എല്ലായ്പ്പോഴും തോന്നണമെന്നില്ല. പക്ഷേ തോന്നുന്ന സമയത്തുണ്ടാകുന്ന അസാംഗത്യം ഈ പെൺകുട്ടിയെയോ ഈ ആൺകുട്ടിയുടെയോ ജീവിതം തകർക്കുന്നതാണ്, ആത്മാഭിമാനം തകർക്കുന്നതാണ്. അതിൻ്റെ പേരിലുണ്ടാകുന്ന തുടർന്നുള്ള ജീവിത വൈകൃതങ്ങളുടെ സഞ്ചാരം അവരുടെ കുടുംബങ്ങളുടെ ജീവിതം തകർക്കുന്നതാണ്. കുടുംബങ്ങളുടെയും മനുഷ്യജീവിതത്തിൻ്റെയും വിലയറിയാവുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നോ പറയുമോ? നിങ്ങളിതിന് യേശു പറയുന്ന 6-ാം മൂളിയാകുമോ? നിങ്ങളിൽ മനുഷ്യത്വത്തിന്റെ നാമ്പുകൾ അവശേഷിക്കുന്നില്ലയോ? ചോദിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ റോഡിലൂടെ